നവംബർ 14 നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ പ്രിയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അസീസിയ മെഡിക്കൽ കോളേജിലെ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരും കുട്ടികളെ വളരെയധികം സ്നേഹിക്കുകയും കരുതൽ നൽകുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ ഈ തുലാവർഷം പതിവിലും കഠിനമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. മഴക്കാല രോഗങ്ങളിൽ പ്രധാനം ജലജന്യ രോഗങ്ങളാണ്. അതായത് ജലത്തിൽ കൂടി പകരുന്നത്. പലവിധമായ വയറിളക്കങ്ങൾ, നമുക്ക് ഭാഗ്യദോഷമുണ്ടെങ്കിൽ ആ വയറിളക്കം തന്നെ പനിയും കൂടെ ചേർന്ന് ടൈഫോയിഡോ അല്ലെങ്കിൽ മൂത്രം മഞ്ഞ നിറത്തിലായിട്ട് വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമോ ഒക്കെ ആകാം. അപ്പോൾ ഇതിന് നമ്മൾ കുടിവെള്ളം വളരെ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക് നൽകുക. പിന്നെ ജലസംഭരണികൾ അടച്ചു സൂക്ഷിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം വ്യക്തി ശുചിത്വം. അതായത് ഈ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കൈ കഴുകുക. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് വളർത്തിയെടുക്കണം. പിന്നെ വയറിളക്കം എങ്ങാനും ബാധിച്ചു കഴിഞ്ഞാൽ ORS കുടിക്കാൻ ഒരു മടിയും കാണിക്കരുത്. കാരണം നമ്മൾ നിർജ്ജലീകരണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പിന്നെ ഈ മഴക്കാലത്ത് വരുന്ന രണ്ടാമത്തെ സംഭവം ഈ കൊതുകുകൾ വഴി വരുന്ന രോഗങ്ങളാണ്. എന്തുകൊണ്ട് കൊതുകുകൾ വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ മഴക്കാലത്ത് പലയിടത്തും വെള്ളം കെട്ടി നിൽക്കും. വെറുതെ ഈ ചിരട്ടയിലോ അല്ലെങ്കിൽ സൺഷെയ്ഡിലോ ഒക്കെ കാണും. അവിടെ ഈ കൊതുക് മുട്ടയിട്ട് കൂത്താടി വന്ന് ഉടനെ തന്നെ കൊതുകായിട്ട് വളർന്ന് വലുതായി നമുക്ക് രോഗങ്ങൾ പരത്തുന്നു. അപ്പോൾ ഈ കൊതുകുജന്യ രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനിയാണ് വളരെ പ്രധാനമായിട്ട് ഉള്ളത്. ഭാഗ്യത്തിന് ഈ മലമ്പനിയും ജപ്പാൻ ജ്വരമൊന്നും നമ്മുടെ സ്ഥലത്ത് അത്ര അധികം ഇല്ല. അപ്പോൾ ഇതിലെ ഒരു പ്രധാന കാര്യം, നമ്മൾ പലരും ഈ രാത്രി കൊതുക് കടിക്കാതെയൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ പകൽ കടിക്കുന്ന കൊതുകുകളുണ്ട് ഈ പല രോഗങ്ങൾ പകരുന്നുണ്ട്. അപ്പോൾ അതായത് കുട്ടികൾ ഒരു നിക്കറോ അല്ലെങ്കിൽ സ്കർട്ടോ ഇട്ട് പഠിക്കാനിരിക്കുകയായിരിക്കും, കാലിൽ മുഴുവൻ കൊതുക് കടിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. ഇതല്ലാണ്ട് ഈ മഴക്കാലത്ത് വരുന്ന വേറൊരു പ്രധാന കാര്യം പലതരം പനികളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എലിപ്പനിയും ഇൻഫ്ലുവൻസയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തുകൂടി പിള്ളേരിങ്ങനെ കളിക്കാൻ അവർക്കൊരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിയുടെ വിസർജ്യങ്ങളെല്ലാം ഈ വെള്ളത്തിൽ കലർന്ന് കിടക്കും. അങ്ങനെ എലിപ്പനി നമുക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുൻകരുതലും നമ്മൾ എടുക്കണം. ഇങ്ങനെ ചില മുൻകരുതലുകളുടെ കാര്യത്തിലൊരു ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമുക്ക് ഇത്തവണത്തെ ശിശുദിനം ആഘോഷിക്കാം. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ.